മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഏറ്റവും അധികം നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്നുള്ളത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമറാണ്. അതിനുശേഷം മാത്രമേ ഇംഗ്ലീഷ് വൊക്കാബുലറി നമ്മൾ നോക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാനായിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് അത് പഠിക്കാൻ പറ്റുക. അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. മാക്സിമം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഓറിയൻറ്റ് ചെയ്ത് ഇംഗ്ലീഷ് വൊക്കാബുലറി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് കിട്ടും. രണ്ടാമത് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി ഒരുപാട് സമയമൊന്നും വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ന്യൂസ് അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജിമ വായിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിലുള്ള റൈറ്റപ്സ് വായിക്കുക എന്നുള്ളത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളെ അതിന് സഹായിക്കുന്ന ഏറ്റവും നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒരു പാരഗ്രാഫൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൊക്കാബുലറിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇതേ വാക്കുകൾ തന്നെ നമുക്ക് അടുത്ത ദിവസത്തെ ന്യൂസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാലും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ആയിട്ട് ഇരിക്കും. ആ ഒരു വാക്ക് പിന്നെ നമ്മൾ മറക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഈ ഡെമോൺസ്ട്രേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകൽ പൊങ്കാല അതിൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വൊക്കാബുലറി കിട്ടുന്നത്, അല്ലെങ്കിൽ വൊക്കാബുലറി പോയിന്റ്സ് എങ്ങനെയാണ് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇനി ഗൈഡല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ആറ്റുകൽ പൊങ്കാല വാർത്തയുടെ റിപ്പോർട്ട് വായിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ഹിന്ദു ആണ് അത്യാവശ്യം എനിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ. നമുക്ക് അതിനകത്ത് കിട്ടുന്ന വാക്കുകളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള വാക്കുകളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിക്കുന്ന ഈ ന്യൂസ്, ഇതിലെ വാക്കുകൾ തന്നെ അടുത്ത ദിവസം നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറി കൂടാനായിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ റിപ്പീറ്റേഷൻ. അത് വളരെ നല്ല രീതിയിൽ നമ്മളെ റിവിഷനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ആറ്റുകൽ പൊങ്കാലയുടെ ഈ റിപ്പോർട്ട് ഒന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള വൊക്കാബുലറീസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളത് ഓട്ടോമാറ്റിക്കലി ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ന്യൂസിൻ്റെ ഹെഡ്ലൈൻ പറയുന്നത് ഇങ്ങനെയാണ്: കേരള ക്യാപിറ്റൽ സീസ് മാസീവ് ടേൺ ഔട്ട് ഓഫ് ഡിവോട്ടീസ് ഫോർ ആറ്റുകൽ പൊങ്കാല. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഹെഡ്ലൈനാണ്. കേരള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാനം, ക്യാപിറ്റൽ തലസ്ഥാനം. സീസ് മാസീവ് ടേൺ ഔട്ട്. അവിടെ നമുക്ക് കിട്ടാത്തൊരു വാക്ക് ഈ ടേൺ ഔട്ട്, അതെന്താണ് എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു വാക്ക്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ടേൺ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എത്തിച്ചേരുക എന്നുള്ള അർത്ഥത്തിലാണ്. ഡിവോട്ടീസ്, ഭക്തന്മാർ. ഡിവോട്ടീസ്, ഭക്തന്മാർ. ഭക്തന്മാർ കേരള ക്യാപിറ്റലിൽ ഒരുപാട് പേര് എത്തിച്ചേർന്നു എന്നുള്ള ഒരു സെൻസിലാണ് ഈ ഒരു ഹെഡിങ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാർത്തയുടെ പ്രാധാന്യം കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വൊക്കാബുലറി എഴുതി വെക്കാനായിട്ട് എടുക്കുന്ന ഒരു പേപ്പറോ പേനോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ടേൺ ഔട്ട് എന്ന് പറഞ്ഞുള്ള വാക്ക് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ടേൺ ഔട്ട് നമുക്ക് സ്ഥിരമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ടേൺ ഔട്ട് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി പഠിക്കേണ്ട ഏത് ന്യൂസ് വായിക്കുമ്പോഴും ഈ ടേൺ ഔട്ട് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് ടേൺ ഔട്ടിൻ്റെ അർത്ഥം എത്തിച്ചേരുക, അല്ലെങ്കിൽ വേറൊരു സെൻസിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് ഉണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് അർത്ഥങ്ങൾ നമുക്ക് ഇത് ന്യൂസ് വായിക്കുന്ന സമയത്ത് ടേൺ ഔട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. രണ്ടാമതല്ല അടുത്തത് കണ്ടന്റിലേക്ക് കടക്കാം. കണ്ടന്റ് ഇതാണ്: സ്മോക്ക് ബിലൗഡ് ഫ്രം ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് കുക്കിംഗ് പോട്ട്സ് ലൈനിങ് സ്ട്രീറ്റ്സ് ആൻഡ് പബ്ലിക് സ്പേസസ് ഹിയർ ഓൺ സൺഡേ as women celebrated the Attukal Pongala by making the rituals offering to the presiding deity of the Attukal Bhagavati temple. ഇവിടെ കുറച്ച് വാക്കുകൾ നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അവിടെ ഫസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് തന്നെ സ്മോക്ക് ബിലൗഡ് എന്ന് പറഞ്ഞിട്ടാണ്. ബിലവ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അർത്ഥം. സ്മോക്ക് ബിലവ് എന്ന് പറഞ്ഞാൽ എന്താ? വൻ പുകയുടെ പ്രവാഹം, അല്ലെങ്കിൽ ഒരു തിരമാല പോലെ പുക ഉയരുന്നതിനെയാണ് ഈ സ്മോക്ക് ബിലൗഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു വാക്ക് അവിടെ കിട്ടില്ലേ, ബിലോ, വൻ തിരമാല അല്ലെങ്കിൽ പ്രവാഹം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇനി അതിനകത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്ത വേറൊരു കാര്യമുണ്ട്, ഡെയ്റ്റി. ഡെയ്റ്റി ഡെയ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദേവത, പ്രതിഷ്ഠ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഡെയ്റ്റി, DEITY എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്, ഡെയ്റ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് അറിയില്ലാത്ത രണ്ട് വൊക്കാബുലറി വേർഡ്സ് അത് രണ്ടുമായിരുന്നു. ഒന്ന് ബിലോ എന്നുള്ളതും പിന്നെ ഡെയ്റ്റി എന്നുള്ളതും. ഓക്കെ, അടുത്തത് ഓഫൺ ഡബ്ഡ് വുമൺസ് ശബരിമല ദ റിലീജിയസ് ഇവന്റ് സോ എ ഹ്യൂജ് ടേൺ ഔട്ട് ദിസ് ഇയർ. അവിടെ ഒരു വാക്കുണ്ട് ഓഫൺ ഡബ്ഡ്. ഈ ഓഫൺ ഡബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയും, നമ്മൾ ഡബ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കും, പക്ഷെ ഇതിൻ്റെ അർത്ഥം കിടക്കുന്നത് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. വുമൺസ് ശബരിമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, വുമൺസിൻ്റെ, സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റുകാൽ എന്നുള്ളതാണ്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്നുള്ളതാണ് ഇവിടെ ഓഫൺ ഡബ്ഡ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രേസ് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രേസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഓഫൺ ഡബ്ഡ്. ഓക്കെ, ഇനി അടുത്തത് ദ വുമൺ ബിഗാൻ കുക്കിംഗ് ദ റിച്വൽസ് ഓഫറിംഗ് ആഫ്റ്റർ ദ പണ്ടാര അടുപ്പ് ദ മെയിൻ ഹെർത്ത് ഓഫ് ദ ടെമ്പിൾ വാസ് ലിറ്റ് ഇൻ ദ മോർണിംഗ്. അവിടെ ഒരു കാര്യമുണ്ട്, അവിടെ ഒരു വാക്കുണ്ട് മെയിൻ ഹെർത്ത്, HEARTH, ഹെർത്ത്. അത് എന്താണെന്നുള്ളത് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പണ്ടാര അടുപ്പ്, അടുപ്പിനെ പറയുന്നതാണ് ഹെർത്ത് എന്നുള്ളത്. അപ്പോൾ ആ വാക്കും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടെമ്പിൾ അമ്പലമാണെന്ന് നമുക്കറിയാം, ഹെർത്ത് എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടാത്ത വാക്ക്, ആ വാക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാസ് ലിറ്റ്, വാസ് ലിറ്റ്, ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പ് തെളിയിക്കുക, തെളിയിക്കുക എന്നുള്ളതാണ് ലിറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലിറ്റ്, LIT, ലിറ്റ്, അടുപ്പ് തെളിയിച്ചു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ലിറ്റ് എന്ന് പറഞ്ഞ വാക്കിനെ എവിടെ കേൾക്കുമ്പോഴും നമ്മൾ ഈ അടുപ്പ് തെളിയിക്കുന്ന, ആറ്റുകാൽ പൊങ്കാലയിൽ അടുപ്പ് തെളിയിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ട്രഡീഷണലി ദ ഓഫറിംഗ് എ സ്വീറ്റ് പുഡിംഗ് മെയ്ഡ് ഫ്രം റൈസ്, ജാഗറി, ഗ്രേറ്റഡ് കോക്കനട്ട്, ഗീ ആൻഡ് ബനാന ഈസ് പ്രിപ്പയർഡ് ഇൻ ദ earthen pots. അവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ നമുക്ക് കിട്ടും, നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളുടെ കുറേ വാക്കുകളാണ്. ട്രഡീഷണലി എന്താണെന്നുള്ളത് നമുക്കറിയാം, പാരമ്പര്യമായി എന്നുള്ള ഒരു ഇതാണ്. പാരമ്പര്യമായി എന്താണ്? ഒരു സ്വീറ്റ് പുഡിംഗ്, ഒരു മധുര ആയിട്ടുള്ള ഒരു വിഭവം, സ്വീറ്റ് പുഡിംഗ് മെയ്ഡ് ഫ്രം റൈസ്, നമുക്കറിയാം അരി, ജാഗറി, ജാഗറി ശർക്കര, ഗ്രേറ്റഡ് കോക്കനട്ട് ചിരകിയ തേങ്ങ, ഗീ ആൻഡ് ബനാന നെയ്യും പഴവും കൂടി ചേർത്ത ഒരു ഡിഷ് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ മൺകലങ്ങളിൽ പാകം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. ഓക്കെ, അടുത്തത് ദ പ്രിസൈഡിങ് ഡെയ്റ്റി ആറ്റുകാൽ ഭഗവതി. ഇവിടെ നോക്ക്, ദ പ്രിസൈഡിങ് ഡെയ്റ്റി, ആ ഡെയ്റ്റി എന്ന് പറഞ്ഞ വാക്ക് വീണ്ടും വന്നിട്ടുണ്ട്, ഡെയ്റ്റി, ദേവത. ദ പ്രിസൈഡിങ് ഡെയ്റ്റി ആറ്റുകാൽ ഭഗവതി ഈ സെഡ് ടു ബി ദ ഡിവൈൻ ഇൻകാർണേഷൻ ഓഫ് കണ്ണകി. ഡിവൈൻ ഇൻകാർണേഷൻ, ഡിവൈൻ ദൈവികമായ എന്നുള്ളതാണ് ഡിവൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകാർണേഷൻ അവതാരം, ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ അവതാരം എന്നുള്ളതാണ്. അതായത് കണ്ണകി, കണ്ണകി എന്ന് പറഞ്ഞാൽ ചിലപ്പതികാരത്തിലെ കഥാപാത്രത്തിൻ്റെ അവതാരമാണ് ആറ്റുകാൽ ഭഗവതി എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയുന്നത്. നമുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ദ പ്രിസൈഡിങ് ഡെയ്റ്റി ആറ്റുകാൽ ഭഗവതി ഈസ് സെഡ് ടു ബി ദ ഡിവൈൻ ഇൻകാർണേഷൻ ഓഫ് കണ്ണകി, ദ പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദ തമിഴ് എപ്പിക് ചിലപ്പതികാരം. അവിടെ ഒരു വാക്കുണ്ട് പ്രോട്ടോഗോണിസ്റ്റ്. പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യ കഥാപാത്രം, മുഖ്യ കഥാപാത്രം ഓഫ് ദ തമിഴ് എപ്പിക്, തമിഴ് എപ്പിക്, തമിഴ് ഇതിഹാസം, എപ്പിക് ഇതിഹാസം, തമിഴ് എപ്പിക് ചിലപ്പതികാരം. ദ ലോർ ഈസ് ദാറ്റ് ആഫ്റ്റർ ഡിസ്ട്രോയിങ് മധുരൈ ടു അവഞ്ച് ഇൻജസ്റ്റിസ് ഡൺ ടു ഹെർ ഹസ്ബൻഡ് കോവലൻ, കണ്ണകി റീച്ച്ഡ് കേരള ആൻഡ് ടുക്ക് റെസ്റ്റ് അറ്റ് ആറ്റുകാൽ വൈൽ ഓൺ ഹെർ വേ ടു കൊടുങ്ങല്ലൂർ. അതായത് ദ ലോർ, അവിടെ ഒരു വാക്കുണ്ട് ലോർ. ലോർ എന്ന് പറഞ്ഞാൽ നാടോടി കഥ എന്നാണ് ലോർ എന്നുള്ളതിൻ്റെ അർത്ഥം. ലോർ ഈസ് ദാറ്റ് ആഫ്റ്റർ ഡിസ്ട്രോയിങ് മധുരൈ ടു അവഞ്ച്. അവിടെ ഒരു അവഞ്ച് എന്ന് പറഞ്ഞ വാക്കുണ്ട്, അത് നമുക്ക് പരിചയമില്ലാത്തതാണ്, അത് എഴുതി വയ്ക്കുക. അവഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുക, റിവഞ്ച്, അവഞ്ച്, അതൊക്കെ ആണ് അതിൻ്റെ അർത്ഥം. അവഞ്ച് ഇൻജസ്റ്റിസ് ഡൺ ടു ഹെർ ഹസ്ബൻഡ് കോവലൻ, അവളുടെ ഹസ്ബൻഡിനോട് ചെയ്ത് അനീതിക്ക് പ്രതികാരം ചെയ്യാനായിട്ടാണ് കണ്ണകി മധുരൈ നശിപ്പിച്ചത്. അതിനുശേഷം കണ്ണകി റീച്ച്ഡ് കേരള ആൻഡ് ടുക്ക് റെസ്റ്റ്, ആറ്റുകാലിൽ റെസ്റ്റ് എടുത്തു. ഓൺ ഹെർ വേ ടു കൊടുങ്ങല്ലൂർ, കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ണകി അവിടെ റെസ്റ്റ് എടുത്തു. അങ്ങനെയാണ് അവിടെ ആറ്റുകാൽ ക്ഷേത്രം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വൊക്കാബുലറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതേപോലെ നിങ്ങളൊരു ഡെയിലി ഒരു പാരഗ്രാഫ് വെച്ചിട്ട് ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൊക്കാബുലറി അടുത്ത ഒരു മാസത്തിനുള്ളിൽ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും.
നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ന്യൂസ് പേപ്പർ ഫുൾ ഇരുന്നൊന്നും വായിക്കേണ്ട. അത് നമുക്ക് PSC പ്രിപ്പറേഷന് ആവശ്യമില്ല. ഡിഗ്രി ലെവൽ എക്സാംസിന് പോലും നമുക്ക് ഫുൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒരു 5-6 മണിക്കൂർ എടുത്തിട്ട് വായിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് വെച്ച് ഡെയിലി വായിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.